നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ പേഷ്യൻസിനെ, നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അതിന്റെ ഭാഗമായിട്ട് എല്ലാ വന്ന പേഷ്യൻസിനും നമ്മളുടെ ഒരു കോള് പോവേണ്ടതായിട്ടുണ്ട്. അവരുടെ ഒരു റിവ്യൂ കോൾസ് എന്നാണ് ഇനി പറയാം. ഓരോ വന്ന പേഷ്യൻസ് നമ്മൾ ഓൾറെഡി നമുക്ക് ഈ IP പേഷ്യൻസിന് നമ്മൾ വിളിക്കാറുണ്ട്, അവരുടെ റിക്കവറി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ OP പേഷ്യൻസിനും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വന്ന പേഷ്യൻസിനെ നമ്മൾ വിളിച്ചിട്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അത് നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു SOP ആണ്, അതിന്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഒരാള് നമ്മളിപ്പോ കോൾ ചെയ്യാൻ വേണ്ടി ഡെസിഗ്നേറ്റഡ് ആളുണ്ടാവും, നമ്മൾ തയ്യാറാക്കിയ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരാളുണ്ടാവും. അയാൾ കോൾ ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ പേര് നമ്മൾ സോഫ്റ്റ്വെയറിലുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിസപ്ഷൻ ഏരിയയിലുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇന്ന് എത്ര പേഷ്യന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഓരോ ഡോക്ടർക്കും എന്ന് കാണാം. ആ ഡോക്ടറുടെ പേഷ്യൻസിനെ എടുക്കുക, ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ നോക്കുക. ഒന്ന് രോഗിയുടെ പേര്, അവരുടെ വയസ്സ്, അവരുടെ OP നമ്പർ, ഏത് വിഭാഗം ഡോക്ടറെ ഏത് വിഭാഗത്തിലാണ് കാണിച്ചത്, ഡോക്ടറുടെ പേര്, രോഗിയുടെ പേര് നമുക്ക് മനസ്സിലാക്കാം, ഡോക്ടറുടെ പേര്, അവരുടെ ഈ പേഷ്യന്റിന്റെ പ്രായം, അവരുടെ OP നമ്പർ. ബാക്കി രോഗലക്ഷണങ്ങളും നിർദ്ദേശങ്ങളും. രോഗലക്ഷണങ്ങൾ നമുക്കിപ്പോ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തിനായിരുന്നു കാണിച്ചതെന്നല്ല അവരോട് ചോദിക്കും. കാരണം നമ്മള് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ അതിന്റെ ഡീറ്റെയിൽ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവുള്ളൂ, ബാക്കി പേഷ്യൻസിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫോർ ദ ടൈം ബീങ് നിങ്ങൾക്ക് അവരോട് ജസ്റ്റ് വിളിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അപ്പൊ തന്നെ അവർ മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കാണിച്ചതെന്നല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ OP ഡിപ്പാർട്ട്മെന്റ് നോക്കി അതിന് എന്താണ് ഇഷ്യൂ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അവർക്ക് കൊടുത്ത മരുന്നുകളുടെ ഡീറ്റെയിൽ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ എന്താ പറയാ EMR നമുക്ക് റെഡിയല്ല, അതുകൊണ്ട് സോഫ്റ്റ്വെയറിൽ നിന്നും മരുന്നുകളുടെ ലിസ്റ്റ് ഒന്നും നമുക്ക് ഇപ്പോ ഒറ്റയടിക്ക് അവൈലബിൾ ആവില്ല. പിന്നെ അവർ നടത്തിയ പരിശോധന, ലാബ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും എടുക്കുക. ഇപ്പൊ നമുക്ക് തൽക്കാലം രോഗിയുടെ പേര്, പ്രായം, OP നമ്പർ, അവരുടെ ഡോക്ടറെ ഏത് ഡോക്ടറെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അത് കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഡീറ്റെയിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ തുടങ്ങുക. നമസ്കാരം, എന്നിട്ട് ആരാണ് വിളിക്കുന്നത് അയാളുടെ പേര് പറയുക. അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച, അതായത് ഓരോ വീക്കിലാണ് നമ്മൾ ഈ പേഷ്യൻസിനെ വിളിക്കുക. കഴിഞ്ഞ ആഴ്ച ഇന്ന ഡോക്ടറെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദ്ദേശ് ഡോക്ടറെ നിങ്ങളെ കണ്ടിരുന്നില്ലേ, ആണല്ലോ കണ്ടത്, ഇപ്പോ ആരോഗ്യം എങ്ങനെയാണെന്ന് അറിയാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിക്കുന്നതെന്ന് പറയാ. അത് നമ്മളെ സ്വയം പരിചയപ്പെടുത്തുക, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പരിചയപ്പെടുത്തുക. അവർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അതാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഈ ഡോക്ടറെ കണ്ടിരുന്നല്ലോ ചോദിക്കുക. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. പൊതുവെയുള്ള ഫോളോ അപ്പിനുള്ള ചോദ്യങ്ങളാണ്. അതായത് കഴിഞ്ഞ ആഴ്ചകൾ വന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടില്ലേ, ആരോഗ്യമൊക്കെ ബെറ്റർ ആയിട്ടില്ലേ, ഓക്കെ, എന്തൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ടില്ലേ, ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞിട്ടില്ലേ, അപ്പൊ അവർ പറയുന്ന ഇതുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമൊക്കെ. അപ്പൊ മരുന്നൊക്കെ നിർത്തിയാൽ കഴിക്കുന്നില്ലേ, ടെസ്റ്റ് ചെയ്യുന്നതിലോ മരുന്ന് വാങ്ങുന്നതിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ, ലാബിലോ ഫാർമസിയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. പിന്നെ ഓരോ വിഭാഗം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ജനറൽ പേഷ്യൻസ് ആണ്, ഇപ്പൊ ഉദ്ദേശ് ഡോക്ടർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രഷറുള്ള രോഗികൾ അല്ലെങ്കിൽ ഷുഗറുള്ള രോഗികളൊക്കെയാണ് നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഉദ്ദേശ് ഡോക്ടർ പേഷ്യൻസിനെയൊക്കെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ചോദിക്കുക, ഉദ്ദേശ് ഡോക്ടറെ കാണിച്ചിട്ടില്ലേ, ഷുഗർ BP ഇതൊന്നും ഇല്ലല്ലോ, പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ കൺട്രോൾഡ് ആണോ, തലചുറ്റൽ, ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ, മരുന്നൊക്കെ കൃത്യമായിട്ട് എടുക്കുക, ആഹാരവും സാറ് പറഞ്ഞ വ്യായാമമൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, ഇതാണ് ജനറൽ വിഭാഗത്തിൽ നിങ്ങൾ സംസാരിക്കേണ്ടത്. പിന്നെ ഇത് ഒരു രൂപരേഖ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവര് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ആ കോൺവെർസേഷൻ മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, പിന്നെ എല്ല് രോഗ വിഭാഗത്തെ കുറിച്ച് അവിടുത്തെ പേഷ്യൻസിനെയാണ് വിളിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുക, ഹലോ ഇന്ന ഡോക്ടറെ, ഞാൻ ഇന്ന ആളാണ്, ഇന്ന ഡോക്ടറെ കണ്ടിരുന്നില്ലേ, ഓർത്തോ വിഭാഗത്തിൽ കണ്ടിരുന്നില്ലേ, വേദനക്കൊക്കെ കുറവുണ്ടോ, ഡോക്ടർ പറഞ്ഞ എക്സസൈസുകളോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ചെയ്യാറുണ്ടോ, മരുന്നൊക്കെ കുടിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോ എന്ത് പ്രശ്നം കൊണ്ടാണ് അവർ വന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ ഭാരം എടുക്കുന്നതിലൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ കെയർ ചെയ്യുക, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയാം.
ക്ലിയർ. ഇനി അടുത്തത് ഡെന്റൽ വിഭാഗമാണെന്ന് വിചാരിക്കുക. ഡെന്റൽ വിഭാഗമാണെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് ഒരു കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ, ഇത് തന്നെ വേണമെന്നില്ല. എന്നിട്ട് അവരോട് ചോദിക്കാം, ഹലോ ഇന്ന ഡോക്ടറെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ കഴിഞ്ഞ വീക്ക്, പിന്നെ പ്രൊസീജിയർ ശേഷം വേദനയോ വീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ അതായത് ഓറൽ ഹൈജീൻ ഒക്കെ പാലിക്കുക, നല്ല ചൂടും നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക, പിന്നെ എല്ലാം ഭേദമാവട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇത് ജനറൽ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ പീഡിയാട്രിക്കിലാണെങ്കിൽ കുഞ്ഞ് സാധാരണ പോലെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയോ, അതായത് പനി, ഛർദി, പിന്നെ കരച്ചിൽ ഇതൊക്കെ നിന്നിട്ടുണ്ടോ, വെള്ളം അത്യാവശ്യം കൊടുക്കുക, മരുന്ന് സമയത്ത് കൊടുക്കുക എന്നൊക്കെ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചോദ്യവും സംഗതികളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പീഡിയാട്രിക്കില്. ഇനി ഗൈനക്കിലാണെങ്കിലോ, ഗൈനക്കിലാണെങ്കിൽ പലവിധ പ്രശ്നങ്ങളായിട്ടായിരിക്കും വരും അല്ലെ, അവരോട് സംസാരിക്കുക, അങ്ങനെ ഡോക്ടറെ മീറ്റ് ചെയ്തിരുന്നില്ലേ, അല്ലെങ്കിൽ ജിൽഷ ഡോക്ടറെ കണ്ടിരുന്നില്ലേ, എന്തായിട്ടായിരുന്നു കണ്ടപ്പോ, ഗർഭിണിയാണോ, ഓക്കെ ഗർഭിണിയാണെങ്കിൽ ഇതാ ഗർഭകാല രോഗികൾക്ക്, അതായത് പിന്നെ ഛർദി അല്ലെങ്കിൽ വീക്കം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, വയറുവേദനയൊക്കെ, ഫോളിക് ആസിഡ് അയൺ ഗുളികയൊക്കെ കഴിക്കുന്നില്ലേ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, വിശ്രമിക്കുക, പിന്നെ ഡോക്ടർ തന്ന മരുന്നുകളൊക്കെ കൃത്യമായിട്ട് എടുക്കുക എന്നൊക്കെ പറയാം. ഇനി PCOD അങ്ങനെ വല്ലതാണെങ്കിൽ വ്യായാമം എന്നുള്ള സംഗതികൾ പിന്നെ ചെയ്യുക. ഡോക്ടർ പറയുന്ന എല്ലാത്തിനും പറയുന്നത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, മധുരം കുറക്കുക. പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞ് ഇപ്പൊ സ്കാനിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെയിലി പ്രൊസീജിയർ, ഡേ കെയർ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് വേദനയോ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടോ, വിശ്രമൊക്കെ എടുക്കുന്നില്ലേ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നില്ലേ, പിന്നെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇച്ചിങ്, പിന്നെ ഡിസ്ചാർജ് ഇങ്ങനെയുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ അതിന് വേണ്ട ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ കൃത്യമായ ശുചിത്വം പാലിക്കുക, സ്വയം മരുന്നെടുക്കാതിരിക്കുക, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയാം. ഒരു ഏകദേശമുള്ളൊരു പിന്നെ ചോദ്യങ്ങളും അതിന്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇത്രയും ഞാനൊരു ഓരോ ഡിപ്പാർട്ട്മെന്റും ഇതേപോലെ തന്നെ ചോദിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏത് ഡോക്ടറെ കണ്ടിരുന്നത്, ഏത് പിന്നെ എന്തായിരുന്നു ഇഷ്യൂ, ഇപ്പൊ അസുഖം കുറവില്ലേ, അതായത് ഒരു സുഖവിവരം അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കോളോണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫീഡ്ബാക്ക്, ഇത്രയും ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ചോദിക്കേണ്ടത് അവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. ഒന്ന്, ആശുപത്രിയിലെ സേവനം, സ്റ്റാഫിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ഡോക്ടറുടെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, നല്ലതാണെങ്കിലും പറയാം, എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രണ്ടും പറയാം. പോസിറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് പിന്നെ നമുക്ക് ഒന്നുകൂടി കടന്ന് നമുക്ക് അത്യാവശ്യം അവരേക്ക് നല്ല ഒരു റാപ്പോ ആയി തോന്നുകയാണെങ്കിൽ നമ്മളുടെ പിന്നെ ഗൂഗിൾ റിവ്യൂ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഇനിയിപ്പോ ഈ അധികം പേഷ്യൻസിനും അടുത്തൊരു ബുക്കിംഗ് ആവശ്യമുണ്ടോ, അടുത്ത ഫോളോ അപ്പ് എന്നാണ് മാഡം എന്ന് ചോദിക്കുക. ദെൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത് തരട്ടെ, അങ്ങനെയാണെങ്കിൽ ബുക്കിംഗ് എടുക്കാം. ക്ലിയർ. അവസാനിപ്പിക്കുമ്പോൾ അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ തെരഞ്ഞെടുത്തതിന് നന്ദി, ആരോഗ്യം വേഗം മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ മാഡം ഈ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ സാർ ഈ നമ്പറിൽ വിളിക്കാം എന്നും പറയുക. ക്ലിയർ. ഈ ഒരു കോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് ഇവിടെ വന്നു, അവർ പോയി, രജിസ്റ്റേർഡ് വിടാതെ അവരെ ഫോളോ അപ്പ് എടുക്കുക, എല്ലാം ഓക്കെ ആണ്, എല്ലാം എവറിത്തിങ് ഫൈൻ ആണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒരു വീക്കിലി നമ്മളൊരു ഒരാഴ്ച ഈ പ്രോസസ് നടത്തി, അതിനുശേഷം ഒരാഴ്ച നമ്മൾ നടത്തി കഴിഞ്ഞാൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു KPI-യിലേക്കാണ് നമ്മൾ വരേണ്ടത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നാണ് പറയാം. ഓക്കെ, ഈ KPI-യിലേക്കാണ് വരിക. കഴിഞ്ഞ ആഴ്ചയിലെ 100% പേഷ്യൻസിന് നമ്മൾ വിളിച്ചിരിക്കണം. കഴിഞ്ഞ ആഴ്ചയിലൂടെ വന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ വിളിച്ചിരിക്കണം. പിന്നെ രോഗികൾ 80% നമ്മളുടെ കോൾ കിട്ടിയ ആളുകളൊക്കെ 80% രോഗികളും നില മെച്ചപ്പെട്ടിട്ടുണ്ടാവണം. നോർമലി അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക, അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ എല്ലായ്പ്പോഴും അടുത്ത ഡോക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ പിന്നെ പേഷ്യന്റ് ഇതുണ്ടായിരുന്നു, കുറവില്ല, ഓക്കെ എന്ന് അടുത്ത ദിവസം വന്നോളൂ. അങ്ങനെയുള്ളത് നമ്മൾ ടോട്ടൽ രോഗികളിൽ നിന്നും ഒരു 10%-ഓ അതിന് താഴെ ഉണ്ടാവാൻ പാടുള്ളൂ. 0 to 10. പിന്നെ അടുത്ത ഫോളോ അപ്പ് ബുക്കിംഗ്, ഈ 100
പിന്നെ ശതമാനം ആളുകളിൽ നിന്നും 30% ആളുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ 100 കോളുകൾ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 30 പേഷ്യന്റ് അടുത്തൊരു ഫോളോ അപ്പ് ബുക്കിംഗ് നമ്മൾ ചെയ്തിരിക്കണം അടുത്ത ദിവസത്തിലേക്ക്. അവരുടെ അൽഫയുമായി ബന്ധപ്പെട്ട് അവരുടെ തൃപ്തി, രോഗിയുടെ തൃപ്തി 4.5 to 5%. അതായത് 5-ൽ എത്ര മാർക്കാണ് ഓരോരുത്തരും കൊടുക്കുന്നത് നോക്കണം. ക്ലിയർ? ഇതാണ് നമ്മുടെ KPI, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ രീതിയിലേക്ക് എത്തലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിൽ ഒരു കോൾ ചെയ്യുന്ന ആള് ശ്രദ്ധിക്കേണ്ട വേറൊരു സ്ലൈഡ് ഞാൻ കാണിക്കാം. അതായത് അവരെ ഔട്ട്പുട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് OP ഫോളോ അപ്പ് കാൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു നമ്മളുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന ഡേറ്റ്, പേര്, ആ രോഗിയുടെ പേര്, അവരുടെ ID, ഹോസ്പിറ്റൽ ID നമ്പർ, എത്ര വയസ്സാണ്, ഇതൊക്കെ എന്ന് കിട്ടും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് ഡോക്ടറാണ് അവർ കണ്ടിരുന്നത്, പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ ചെയ്യേണ്ട അവരുടെ ഫോൺ നമ്പർ അടിച്ചു വെക്കുക. സംസാരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് എന്താണ് അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് നോക്കുക. അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുണ്ടോ, അതായത് റിക്കവറി സ്റ്റാറ്റസ് ഇതിലിടണം. ബെറ്റർ ആണ്, സെയിം തന്നെയാണ്, വേഴ്സ് ആണ്. ഇവിടെ വന്നു, ആളെ കാണിച്ചു, ബെറ്റർ ആയി. ഇവിടെ വന്നു, ഡോക്ടറെ കാണിച്ചു, വേഴ്സ് ആണ്. ഏത് ഡോക്ടർ, ഇപ്പൊ നമ്മള് ഈ RMOs ആണെങ്കിൽ ഏത് ഡോക്ടർ, അതും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ഏത് ഡോക്ടറെ കാണിച്ചിരുന്നത്. RMO ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൽ RMO എന്നാണ് നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഇന്ന് ഏത് ഡോക്ടർ, അതായത് ആ ദിവസം ഏത് ഡോക്ടർ ആയിരുന്നു എന്നും കൂടി ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ടേക്കൺ, യെസ് മെഡിസിൻ കഴിച്ചിരുന്നോ ഉണ്ടെങ്കിൽ യെസ് ഓർ നോ കൊടുക്കുക. ഇഷ്യൂ ആൻഡ് കൺസേൺസ്, എന്തെങ്കിലും ഇഷ്യൂസ്, അവരുടെ ക്ലിനിക്കൽ ഇഷ്യൂ ആയാലും കുഴപ്പമില്ല. അതായത് ചെറുതായിട്ട് വയറുവേദന ഉണ്ട് എന്നോ, അല്ലെങ്കിൽ ഇപ്പൊ അതാണ് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് എഴുതി വെച്ചതാണ്. ഓക്കെ, അഡ്വൈസ് ഗിവൺ, അവരോട് 3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ 5 days അവർ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു അഡ്വൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അവരുടെ ഡോക്ടർ കൊടുത്ത അഡ്വൈസ് എന്താണെന്ന് അറിയണമെങ്കിൽ അത്. നെക്സ്റ്റ് വിസിറ്റ് ഡേറ്റ്, അടുത്ത വിസിറ്റ് ഡേറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക്, അവരോട് പറയാം 1-ൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കുന്നു. ഓക്കെ, 5 സ്റ്റാർ ആവാൻ 4 to 5-ലേക്ക് എല്ലാവരെയും എത്തിക്കുക. ദെൻ ഫോളോ അപ്പ് ടൈപ്പ്, നമ്മൾ വാട്സപ്പ് ഇപ്പൊ ചെയ്യാറില്ല, ജസ്റ്റ് കോൾ, എല്ലാവർക്കും കോളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഓക്കെ കോൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ചിലപ്പോൾ കോള് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യാം. ആരാണ് കോൾ ചെയ്തത്, ഏത് സ്റ്റാഫാണ് കോൾ ചെയ്തതെന്നും, പിന്നെ റിമാർക്ക്, അതായത് പേഷ്യന്റിന്റെ റിമാർക്ക്, ഫീലിംഗ് ഫൈൻ, അഡ്വൈസ് റെസ്റ്റ്, അല്ലെങ്കിൽ ഗുഡ് പ്രോഗ്രസ്, ഈ സംഗതികൾ കൊടുക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോളുമായി, ഒരാൾക്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ്. ഒരാൾക്ക് നമ്പർ എടുക്കുക, കൃത്യമായ ആളുകളിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ആളുകളുമായുള്ള റിലേഷൻ, അതായത് ഈ പേഷ്യൻസുമായുള്ള റിലേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.